അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് ചൈന പുനർനാമകരണം ചെയ്തതിനെതിരെ ഇന്ത്യ. ചൈനയുടേത് വിവേകശൂന്യമായ ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പേരുമാറ്റി എന്നവകാശപ്പെട്ടാൽ അത് വസ്തുതയാകില്ല. ഇത്തരം ശ്രമങ്ങളെ ശക്തമായി എതിർക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അരുണാചൽ ഇന്നലെയും ഇന്നും ഇനി അങ്ങോട്ട് എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആർ അച്യുതൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, എന്താണ് ഇന്ത്യയുടെ നിലപാട് ആയി വരുന്ന വിവരങ്ങൾ? വേണു, ഈ അരുണാചൽ പ്രദേശിലെ ഇന്ത്യയുടെ നിയന്ത്രണ രേഖയ്ക്കടുത്താണ് ഈ ചൈന 30 ഇടങ്ങളുടെ പേരുകൾ പുനർനാമകരണം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ചൈനയുടെ നീക്കത്തിനെതിരെ ശക്തമായ എതിർപ്പ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ചൈനയുടേത് വിവേകശൂന്യമായ ശ്രമമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. ഈ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്നു എന്നുകൂടി ഇന്ത്യ നിലപാട് വ്യക്തമാക്കുകയാണ്. അരുണാചൽ പ്രദേശ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു അവിഭാജ്യ ഘടകമാണ്. ആ യാഥാർത്ഥ്യം ചൈന ഇത്തരമൊരു നീക്കങ്ങൾ നടത്തുന്നതിലൂടെ ആ യാഥാർത്ഥ്യം മറയ്ക്കുവാൻ കഴിയില്ല എന്നുകൂടിയാണ് വ്യക്തമാക്കുന്നത്. അല്പം മുൻപ് ഈ ചൈനയുടെ നടപടിയെ അപലപിച്ചുകൊണ്ട് അരുണാചൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡുവും പ്രതികരിച്ചിരുന്നു. അങ്ങനെ പലയിടങ്ങളിൽ നിന്നും ഇതിനെതിരെ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. പലതവണയായാണ് ചൈന ഇത്തരത്തിൽ പേരുകൾ പുനർനാമകരണം ചെയ്തത്. ഒടുവിലാണ് ഇപ്പോൾ 30 പേരുകൾ പുനർനാമകരണം ചെയ്ത പട്ടിക കൂടി ചൈന പുറത്തിറക്കിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉടലെടുത്തത്. വേണു, ശരി. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.